ഹായ് കൂട്ടുകാരെ, അപ്പം ഇതാണ് നിയോയുടെ കൂട് കേട്ടോ. അതപ്പം വർക്ക് ഏരിയയിലാണോ ഉള്ളത്. അപ്പം 3 ചുമരൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ ഞാൻ അണുക്കൂട് സെറ്റ് ചെയ്തിരുന്നത്. അപ്പം അവനെ യൂറിനും അപ്പിയൊക്കെ ഇട്ട് അതിൽ തെന്നി വീഴുന്നതുകൊണ്ട് കാല് കൊടിയാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനതൊന്ന് മാറ്റി പിടിച്ചു. ഇത് തമിഴ്നാട്ടിലെ കാമ്പാളം എന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ താഴെ ഇരിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കണ്ടിട്ട് കാണും. അപ്പോൾ അത് ഞാൻ പഴയ തുറന്നുകൊണ്ട് അത് കട്ട് ചെയ്തെടുത്ത് അപ്പോൾ താഴെ വിരിച്ചു കൊടുത്തു. അതിന് അപ്പം ഇതുണ്ടെങ്കിൽ ഇത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാം കൂടെ വലിച്ച് ഇങ്ങനെ ചുരുട്ടിയെടുക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു നമ്മുടെ തറയിലൊക്കെ ഇടുന്നിട്ട് മാറ്റില്ലേ, ആ മാറ്റി ഞാൻ മേടിച്ചു. ഇതുപോലെ മാറ്റി ഞാൻ കട്ട് ചെയ്തെടുത്ത് ഒരു പീസ് അങ്ങനെ തന്നെ മേടിച്ചത്. അപ്പോൾ കട്ട് ചെയ്ത് എടുത്ത് അങ്ങനെ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതാണിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മൂത്രമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് താഴോട്ട് പോയിക്കോളും. അപ്പോൾ തുണിയിലേക്ക് അബ്സർവ് ചെയ്തോളും. പിന്നെ അവനെ ഓടി നടന്നാലും അങ്ങോട്ട് ഒന്നും വീഴാതിരിക്കുമല്ലോ, അതിനങ്ങനെ ഞാൻ ചെയ്തത്. പിന്നെ ടൈൽസിൽ കൂടുതൽ കിടന്നിട്ടുണ്ടെങ്കിലും അവന് വാദം പോലുള്ള അസുഖങ്ങൾ വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് മാറ്റി പിടിച്ചു. അപ്പോൾ ഇങ്ങനെയാണിപ്പോൾ കൂട് സെറ്റാക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലാണ് വെള്ളം കൊടുക്കുന്നത്. വെള്ളത്തിന് പാത്രം അങ്ങനെ മേടിച്ചില്ല, കുറച്ചുകൂടി വലുതായിട്ട് മേടിക്കാം എന്ന് കരുതി. ഇതിൽ കുഴപ്പമില്ല. അപ്പം പിന്നെ ഒരു തുണി ഇട്ട് കൊടുക്കും. തുണി ഇട്ട് കൊടുക്കുന്നത് അവന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കര വികൃതിയാണ്. അതിലൊന്നും കിടക്കൊന്നുമില്ല, എങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇങ്ങനെ ഞാനതെടുത്ത് അടച്ചു വയ്ക്കും. ഇത് ചെറിയ തോതിലാട്ടോ, കുറച്ച് കഴിയുമ്പം വേറെ കൂട് എടുക്കണം. അപ്പോൾ കണ്ടോ അവൻ്റെ ബെഡ്റൂം സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ, എത്ര നല്ല നീറ്റായിട്ട് നല്ല ഭംഗിക്കല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ, കുറച്ച് കഴിയുമ്പോൾ ഇത് കുളമാകും. അപ്പോൾ നമ്മുടെ നിയോയെ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കണ്ടോ, ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, അവൻ്റെ വെളിയിലെ കൂട്ടിലാണ്. അയ്യോ ഇപ്പോൾ കൊണ്ടുവരാം കേട്ടോ, കൂട്ടിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെളിയിലെ കൂട്. അപ്പം ഇതിൻ്റെ സിമെൻറ്റ് വർക്കൊക്കെ തറയിട്ടത് മൊത്തം ഞാനാണ് കേട്ടോ ചെയ്തത്. പിന്നെ സന്തോഷം സഹായിച്ചു എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് സഹായിച്ചു. പിന്നെ ഇതിൻ്റെ മെറ്റൽ വർക്കെല്ലാം വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. നല്ല കൂടൊക്കെയാണ്, പക്ഷേ ഇവനെ അകത്ത് ഇവിടെ കിടക്കുകയില്ല. പിന്നെ ഞാനും ഇടാറില്ല, കാരണം വെളിയിൽ കൂടെയൊക്കെ നമ്മുടെ വീടിന് മതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അകത്തൂടെയൊക്കെ പട്ടി അല്ലെങ്കിൽ കുറുക്കൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനാണ് കുഞ്ഞതല്ലേ, എന്നെങ്കിൽ ഇവനും ഒന്നാമത് കാര്യം വെളിയിൽ നിന്ന് ഒരു പട്ടി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞാൽ കൂട്ടും കേൾക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഇടാറൊന്നുമില്ല. അപ്പോൾ നമുക്കിവനെ കൂട്ടിലേക്ക് ആക്കാം. ഇതിൽ കിടക്കുമായിരുന്നെങ്കിൽ നല്ലതാണ്, പക്ഷേ അവൻ്റെ തലയൊക്കെ വെളിയിലിടുമല്ലോ, പിന്നെ എങ്ങനെയാ ഇടാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരൊക്കെയാണ് കണ്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പം ആദ്യമൊക്കെ ഇതുപോലുള്ള വീഡിയോ, പിന്നെ എല്ലാവർക്കും പെറ്റിനെ ഇഷ്ടമുള്ളവരായിരിക്കാം കൂടുതൽ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പെറ്റിനെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക, ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക കേട്ടോ. ഇപ്പം നമ്മുടെ പപ്പി ട്രെയിനിങ് ചെയ്തത് നല്ല ഉപകാരമായി. ഇത് കണ്ടോ, പപ്പിക്ക് ഇപ്പം ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ അങ്ങനെ കൂട്ടിലകത്തേക്ക് കയറും കേട്ടോ. ഫുഡ് അകത്തേക്ക് വെച്ചാൽ മതി, അല്ല തന്നെയൊന്നും കയറൊന്നുമില്ല. പക്ഷേ ഇതുപോലെ ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂട്ടി കയറാൻ ഭയങ്കര മടിയാണ്, അവന് ഫ്രീഡം വേണം. അങ്ങനെ അതുപോലൊക്കെ തന്നെയാണ്. പക്ഷേ ഇതുപോലെ ഫുഡ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൂട്ടി കയറും. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.